നമസ്കാരം. വിഭാഗീയതയുടെ സമാനതകളില്ലാത്ത വെല്ലുവിളികളാണ് CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഈ സമ്മേളന കാലത്ത് നേരിടുന്നത്. നേതൃത്വത്തെ നിശിതമായി വിമർശിച്ചും സമാന്തര യോഗം ചേർന്നും പരസ്യ പ്രതിഷേധം നടത്തിയും മറ്റു പാർട്ടികളിലേക്ക് പാലമിട്ടും അങ്ങനെ പാലക്കാട്ടും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും വരെ അണികളും പ്രാദേശിക ഘടകങ്ങളും ചേരിപ്പോരിൽ അണിനിരന്നിരിക്കുകയാണ്. വെച്ചുപൊറുപ്പിക്കില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട്. അല്ല, പാർട്ടിക്കകത്ത് ജീർണത പല രീതിയിലും രൂപപ്പെട്ടു വരുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതാണ് പ്രശ്നം. ഉണ്ടാവുന്ന തെറ്റായ പ്രവണതകളെ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? തെറ്റായ ഒരു പ്രവണതയെയും ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല. ഞങ്ങളങ്ങനെ ഇടപെടുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ഈ പാർട്ടിക്കകത്ത് വലിയ രീതിയിലൊക്കെ ഞങ്ങൾ ഇടപെടുന്നതിനെ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കു വേണ്ടിയുള്ളൊരു സമരത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ആലപ്പുഴ നേതൃത്വത്തിൽ നിന്ന് BJP-യിലേക്ക് മാറിയ ബിപിൻ സി ബാബുവിനും പാർട്ടി മാറ്റം ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുന്ന തിരുവനന്തപുരം മംഗലപുരത്തെ മധു മുല്ലശ്ശേരിക്കും വിമർശനം വിഭാഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കുന്നത് നേതൃത്വമാണ് എന്നതാണ്. VS പിണറായി കാലത്തെ ആശയാധിഷ്ഠിത വിഭാഗീയതയിൽ നിന്ന് വ്യക്തിയാധിഷ്ഠിത ചേരിപ്പോരിലേക്ക് മാറിയ പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് എന്താണ് ചികിത്സ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. ഈ പാർട്ടിക്ക് ഇതെന്തു പറ്റി? പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ അതിഥികൾ ഇന്ന് മംഗലപുരം ഏരിയ സമ്മേളനത്തിനിടെ ഇറങ്ങി വന്ന് പാർട്ടി വിടും എന്ന് പ്രഖ്യാപിച്ച മധു മുല്ലശ്ശേരി. മധു ഇവിടെ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറിയാണ്. ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ നമ്മളോടൊപ്പം ഉണ്ട്. ഇടത് നിരീക്ഷകൻ ശ്രീ NM പിയേഴ്സൺ, കോൺഗ്രസിലെ ശ്രീ KP നൌഷാദ് അലി, രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ മധു മുല്ലശ്ശേരി, താങ്കൾ പറയുന്നത് ഏരിയ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ അവിടെ നിന്ന് പുറത്തിറങ്ങി വരുന്നു, അതിനുശേഷം താങ്കൾ പാർട്ടി വിടാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. താങ്കളുടെ ആക്ഷേപങ്ങളും വിമർശനങ്ങളുമൊക്കെ ജില്ലാ സെക്രട്ടറി V ജോയ്ക്കെതിരെയാണ്. ഏത് സാഹചര്യത്തിലാണ് താങ്കൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്? എന്താണ് താങ്കൾക്ക്, ഇപ്പൊ 2 വട്ടം ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ് താങ്കൾ, ഇപ്പോൾ താങ്കൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് എന്താണ് പരാതി, എന്താണ് പരിഭവം? ഞാൻ 2 വർഷം പാർട്ടി ഏരിയ സെക്രട്ടറി മാത്രമല്ല, 8 കൊല്ലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, 6 വർഷം പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ആനാവൂർ നാഗപ്പനോടൊപ്പം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ള വിഭാഗീയതയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി V ജോയി ഈ 1 വർഷത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. V ജോയി ജില്ലാ സെക്രട്ടറി ആയിട്ട് ഏതാണ്ട് 1 വർഷമാകുന്നേ ഉള്ളൂ. ഈ അഭിപ്രായം ജില്ലയിൽ എനിക്ക് മാത്രമല്ല, പല ഏരിയ സെക്രട്ടറിമാർക്കും ഇങ്ങനൊരു അഭിപ്രായമുണ്ട്, പല ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. ഇന്ന് തന്നെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ എന്നെ വിളിച്ചിരുന്നു. സ്ഥാനം കിട്ടാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയ ഒരു ഏരിയ സെക്രട്ടറി അല്ല ഞാൻ. 1982 മുതൽ ഞാൻ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയായി രംഗത്ത് വന്ന ഒരാളാണ്. കൊലപാതക കേസിൽ പ്രതിയായി ആയിട്ടുള്ളൊരു സഖാവാണ്. പാർട്ടിയുടെ നേതൃത്വപരമായ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അപ്പോഴൊന്നും ഇല്ലാത്ത തരത്തിലുള്ള വിഭാഗീയതയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരം ജില്ലയിൽ നടത്തിയത്, മംഗലപുരം ഏരിയ കമ്മിറ്റിയിൽ നടത്തിയത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പലരോടൊപ്പം ഞാൻ പാർട്ടി ജില്ലാ സെക്രട്ടറി എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ 7 മാസമായി ജോയി നടത്തിയ എന്നോട് കാണിക്കുന്ന അവഗണന സഹിക്കാവുന്നതിലപ്പുറമാണ്. വളരെ നേരത്തെ ഞാൻ പാർട്ടി വിട്ടു പോകണം, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. എന്നാൽ ഞാൻ വിശ്വസിച്ച് വന്നൊരു പാർട്ടി അത്ര പെട്ടെന്ന് എനിക്ക് പോകാനായിട്ട് കഴിയില്ല. എന്നാൽ ഇന്നലെയും ഇന്നുമായി നടന്ന ഏരിയ സമ്മേളനം ഏതാണ്ട് ഒരാഴ്ചക്കാലമായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളെ വച്ച് എന്നെ മാറ്റുന്നതിന് വേണ്ടി വിഭാഗീയ പ്രവർത്തനം നടത്തുകയാണ് ജില്ലാ സെക്രട്ടറി ചെയ്തത്. രാവിലെ 9 മണിക്ക് ഞാൻ അറിയുകയാണ് എന്നെ മാറ്റാനായിട്ട് തീരുമാനിച്ചു. കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അടുത്ത് പറയണ്ടേ എന്തിനാണ് മാറ്റിയതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചു, ഒരു പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റുമ്പോൾ ഒന്നീ ഏരിയ സമ്മേളന ചർച്ചയിൽ എനിക്കെതിരായിട്ട് വിമർശനം വരണം,
10 ലോക്കൽ കമ്മിറ്റികളുള്ളിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും എനിക്ക് വിമർശനം വന്നില്ല ഇന്നലെ. അല്ലെങ്കിൽ 6 വർഷക്കാലത്തെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കണം. പുതിയതായി വന്ന പാർട്ടി ശ്രീ മധു മുല്ലശ്ശേരി മറ്റൊരു പേര് നിർദ്ദേശിക്കുകയും ആ പേരിന് കൂടുതൽ പേരുടെ പിന്തുണയും കിട്ടുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് താങ്കളെ മാറ്റിയത് എന്നാണല്ലോ പുറത്തു വന്ന ഒരു വാർത്ത. അതൊക്കെ അങ്ങനെയൊന്നുമല്ല. ഞാൻ അതിനു മുമ്പ് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. അതിനു മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാ കഥകൾ പറയുക, നുണപ്രചരണങ്ങൾ പഠിപ്പിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക. അല്ല, ഇത് ശ്രീ മധു മുല്ലശ്ശേരി, ഇപ്പോൾ താങ്കളെ കുറിച്ച് പറയുന്നത് താങ്കൾക്കെതിരെ ഈ സാമ്പത്തിക ക്രമക്കേട് പോലുള്ള ആരോപണം ഉന്നയിച്ച് താങ്കൾക്കെതിരെ പരാതി പോയിട്ടുണ്ട് ജില്ലാ ഘടകത്തിനും അതേപോലെ സംസ്ഥാന നേതൃത്വത്തിനുമൊക്കെ എന്ന ഒരു ആക്ഷേപം താങ്കൾക്കെതിരെ ഉയർന്നു വന്നിരുന്നു. അതിനെക്കുറിച്ച് താങ്കൾക്കറിയാമോ? ഇതെല്ലാം പാർട്ടി നേതൃത്വം ഇപ്പം പറയുന്നതല്ലേ. അവർ പറയണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ 10 ലോക്കൽ കമ്മിറ്റികളിലും ഒരു സാമ്പത്തിക ആരോപണം എന്നെ അന്വേഷിക്കണ്ടേ, പറയണ്ടേ? 10 രൂപ എടുക്കാതെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഏരിയ സെക്രട്ടറിയാണ് ഞാൻ. ഒരു ഏരിയ സെക്രട്ടറിക്ക് അലവൻസ് എടുക്കാനായിട്ട് വ്യവസ്ഥതയുണ്ട്. പക്ഷേ 6 കൊല്ലക്കാലമായിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള രീതിയിൽ 1 രൂപ അലവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പിന്നെ എന്താ ആരോപണം എന്നെ കുട്ടി പറയേണ്ടത്? അല്ല, അങ്ങനെയാണെങ്കിൽ ജില്ലാ സെക്രട്ടറി വി ജോയ് ഈ വിഭാഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് താങ്കൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? എൻ്റെ അനുഭവം വെച്ചല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ 6 വർഷമായി ഐക്യത്തോട് പോയ ഒരു കമ്മിറ്റിയെ ഭിന്നമാക്കി കളഞ്ഞില്ലേ പാർട്ടി ഏരിയ സെക്രട്ടറി, അല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി. ഒറ്റ മനസ്സോടെ ഒറ്റ ഐക്യത്തോടെ നിന്ന് നിരവധി കാര്യങ്ങൾ ഏറ്റെടുത്തൊരു പാർട്ടി ഏരിയ കമ്മിറ്റിയാണ് മംഗലപുരം ഏരിയ കമ്മിറ്റി. പുതിയതായിട്ട് വന്ന കമ്മിറ്റിയാണ്. അതിന് ഉദാഹരണമാണ് ഈ 3 വർഷത്തിനകത്ത് സ്വന്തമായി ഭൂമി വാങ്ങി, സ്വന്തമായി അതിമനോഹരമായ ഒരു പാർട്ടി ഓഫീസ് ഉണ്ടാക്കി, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് ഏതാണ്ട് 16 ലക്ഷം രൂപ ബാലൻസ്. അപ്പോഴൊന്നും ഒരു ആരോപണമില്ലല്ലോ മുല്ലശ്ശേരി മധുവിനെ കുറിച്ച്. ശരി, അങ്ങനെയാണെങ്കിൽ ശ്രീ മുല്ലശ്ശേരി മധു, ഈ ജില്ലാ സെക്രട്ടറി വി ജോയി എങ്ങനെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് പാർട്ടി ഘടകങ്ങളിൽ പരാതിപ്പെടാനുള്ള അവസരമുണ്ടല്ലോ. താങ്കൾ അത് ചെയ്തിട്ടുണ്ടോ? പരാതിപ്പെട്ടല്ലോ. ഒരു തീരുമാനം ഉണ്ടായില്ലല്ലോ. നല്ല രീതിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ. അല്ലെ, എപ്പോഴാണ് പരാതിപ്പെട്ടത്? എന്ത് ചൂണ്ടിക്കാണിച്ചായിരുന്നു പരാതി? സ്ഥാനം നഷ്ടപ്പെടുന്നതല്ലോ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ മംഗലപുരത്തൊരു പാർട്ടി ഏരിയ കമ്മിറ്റി ഇല്ല. ജില്ലാ സെക്രട്ടറി ജോയി ആയതിനു ശേഷം മംഗലപുരത്തൊരു ഏരിയ കമ്മിറ്റി ഇല്ല. ഏരിയ കമ്മിറ്റി ജോയിയുടെ വീട്ടിലോട്ട് മാറ്റിക്കഴിഞ്ഞു. ഇവിടുത്തെ ജോലി കമ്മിറ്റി കൂടുക, പൈസ പിരിക്കുക, കാര്യങ്ങൾ നടത്തുക. എന്ത് തീരുമാനം പാർട്ടി ഏരിയ കമ്മിറ്റി എടുത്താലും അതിന് വിരുദ്ധമായിട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി തീരുമാനിക്കും. CPM-നെ സംബന്ധിച്ചോളം ഒരു സംഘടനാ രീതിയുണ്ട്. സെക്രട്ടറിമാർക്കാണ് ഇതുള്ളത്. സെക്രട്ടറിമാർക്കാണ്, അത് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അഖിലേന്ത്യാ സെക്രട്ടറിമാർ. അപ്പം എടുക്കുന്ന തീരുമാനത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ നടത്തുക, ചേരി തിരിച്ച് പാർട്ടി സഖാക്കളെ മാറ്റി നിർത്തുക, നേരമെടുത്ത് ചെല്ലുന്നവരെ അംഗീകരിക്കുക. മുല്ലശ്ശേരി മധു അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ് എനിക്ക് ജില്ലാ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണം ഉന്നയിച്ചോ താങ്കൾ? താങ്കൾ കൊടുത്ത പരാതിയിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണം ഉന്നയിച്ചോ? സാമ്പത്തിക ക്രമക്കേട് ഞാൻ പറയുകയല്ല. സാമ്പത്തിക ക്രമക്കേട് നടന്നു വന്ന് നാട്ടിലെ ജനങ്ങൾ പറയുകയാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നത് എന്തിനാണ്? ജയിക്കാനാണ്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് മത്സരിച്ച് ജയിക്കാനാണ്. പക്ഷേ ജോയി മത്സരിച്ചത് തോക്കാൻ വേണ്ടിയാണ്. തോറ്റപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് വി ജോയി. എന്തിനാ? പാർട്ടി നേതൃത്വത്തെ പിടിച്ചെടുക്കണം. പാർട്ടി നേതൃത്വം കൂടെ വേണം. ഒരു സംഘടനാപരമായ കാര്യങ്ങളും വരാതെ നേതൃസ്ഥാനത്ത് എത്തിയ ഒരാളാണ് വി ജോയി. ഒന്നീ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആവണം, അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറി ആവണം. ഇതൊന്നും ഇല്ലാതെ ചില ആളുകളുടെ സ്വാധീനിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ വന്നു, ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നു, പ്രതിനിധി പോലും ആകാതെ സംസ്ഥാന കമ്മിറ്റിയിൽ വന്നു. സംഘടനാപരമായ ഒരു കാര്യം അറിഞ്ഞൂടല്ലോ.
അതാണ് നേരത്തെ പറഞ്ഞു വന്നത്. ഒന്നീ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി. ഞാൻ 8 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചതിന് ശേഷമാണ് 6 വർഷം പാർട്ടി ഏരിയ സെക്രട്ടറി ആയത്. സംഘടനാപരമായ അല്ല ശ്രീ മുല്ലശ്ശേരി മധു, ഞാൻ ചോദിച്ചത് ഇപ്പൊ താങ്കൾ പറഞ്ഞു ജനങ്ങൾക്കറിയാം സാമ്പത്തിക ക്രമക്കേടിന്റെ കാര്യം ജനങ്ങൾക്കറിയാമെന്നാണ്. എന്റെ ചോദ്യം, താങ്കൾ പാർട്ടി ഘടകങ്ങളിൽ വി ജോയ് വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പരാതിപ്പെട്ടപ്പോൾ അതിൽ അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണം താങ്കൾ ഔദ്യോഗികമായി ഉന്നയിച്ചിരുന്നു, രേഖാമൂലം ഉന്നയിച്ചിരുന്നു. ഞാൻ അതിലേ പറഞ്ഞത് ജനങ്ങൾ പറയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ അല്ല പറയുന്നത്. ജനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടോ തെരഞ്ഞെടുപ്പിൽ വലിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടായിട്ടുണ്ടെന്ന് ജനങ്ങൾ പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല ശ്രീ മുല്ലശ്ശേരി മധു, ജനങ്ങൾ പറഞ്ഞതല്ല ഞാൻ ചോദിക്കുന്നത്, താങ്കൾ അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ടോ? സെക്രട്ടറി ഇല്ല ഞാൻ പരാതിപ്പെട്ടിട്ടില്ല. താങ്കളുടെ പരാതി ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നേതൃത്വത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഏരിയ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി മംഗലപുരത്തില്ല, അത് വി ജോയ് ബോധപൂർവം ഇടപെട്ടിട്ടാണ് അത് അത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇതായിരുന്നു താങ്കളുടെ പരാതിയുടെ ഉള്ളടക്കം. എന്നോട് കാണിക്കുന്ന അവഗണന എന്തിനാണെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. വ്യക്തിപരമായി കാണിക്കുന്ന അവഗണന അത് ഏറ്റവും വലുതാണ്. അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അത് സഹിച്ചുകൊണ്ട് അങ്ങനെ എത്ര കാലം തുറന്നു പോകാനായിട്ട് പറ്റും? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ആനാവൂർ നാഗപ്പനോടൊപ്പം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് ജില്ലാ സെക്രട്ടറി വന്നതിന് ശേഷം എനിക്ക് ഉണ്ടായത്. ഇനി താങ്കൾക്കെതിരെ സാമ്പത്തിക ക്രമക്കേടെന്ന ആരോപണം എപ്പോൾ ഉന്നയിക്കപ്പെട്ടതാണ്? അല്ല, എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതിപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇല്ല, കഥകൾ ഉണ്ടാക്കുകയല്ലേ, അതിന് സഹായം ചെയ്തു കൊടുക്കുകയല്ലേ ജില്ലാ സെക്രട്ടറി. അതിന് സഹായം ചെയ്ത ഒരാളെയല്ലേ ഇന്ന് ഏരിയ സെക്രട്ടറി ആക്കിയിരിക്കുന്നത്. ശരി, ശ്രീ മുല്ലശ്ശേരി മധു, ഈ പാർട്ടിയിൽ ദീർഘകാലം ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഈ പാർട്ടിയുടെ ഓരോരോ ഘടകങ്ങളിൽ കൃത്യമായി എത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് താങ്കൾ. ഇപ്പോൾ താങ്കൾ ഏരിയ സെക്രട്ടറിയായി 2 ടേമിലുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ താങ്കൾ പറഞ്ഞു. അപ്പോൾ പാർട്ടി മുദ്രാവാക്യം വിളിക്കുകയും പാർട്ടി പതാക ഏന്തുകയും പാർട്ടിയുടെ ഓരോ ഘടകങ്ങളിൽ കൃത്യമായി അവിടെ പ്രവർത്തിച്ച് അങ്ങനെ അനുഭവ സമ്പത്തോടുകൂടി പാർട്ടിയുടെ ഓരോരോ ഘടകങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന താങ്കൾ ഒരൊറ്റ നിമിഷം കൊണ്ട് താങ്കൾ അവഗണിക്കപ്പെടുന്നു എന്ന ബോധ്യത്തിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പോകാൻ തയ്യാറെടുത്തു എന്നാണോ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഒറ്റ നിമിഷം കൊണ്ടുണ്ടായ കാര്യമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ നിമിഷം കൊണ്ടുണ്ടായതല്ല. ജോയ് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. ജോയിയുടെ ഓരോ പ്രവർത്തനം. ശ്രീ മുല്ലശ്ശേരി മധു, സംസ്ഥാന നേതൃത്വത്തിന് താങ്കൾക്ക് പരാതി കൊടുക്കാം. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി തന്നെ ഓരോരോ മേഖലയിൽ, ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ പോയി, തിരുവല്ലയിൽ പോയി, അവിടെ ഓരോരോ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടിടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയല്ലേ. അപ്പോൾ അത്തരം സാധ്യതകൾ, അതോ താങ്കൾക്ക് സംസ്ഥാന നേതൃത്വത്തിൽ വിശ്വാസമില്ല എന്നാണ്? അതൊക്കെ എനിക്കറിയാം. ഞാൻ സംഘടനാപരമായി പ്രവർത്തിച്ച ആളാണല്ലോ. കൂടിപ്പോയ സംസ്ഥാന സെക്രട്ടറി ഒരു പ്രസ്താവന വരും, അങ്ങനെയല്ല ഇങ്ങനെയല്ല, നടപടിയെടുത്തളയും. ഇതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാണ്. ഇപ്പം നാളെ രാവിലെ ഒരു പ്രസ്താവന ഉണ്ടാവും, മുല്ലശ്ശേരി മധുവിനെ പുറത്താക്കിയിരിക്കുന്നു എന്നൊരു പ്രസ്താവന ഉണ്ടാവും. ഇതെല്ലാം പ്രതീക്ഷിച്ച് കൊണ്ട് തന്നെയാണ് ഇന്ന് ഏരിയ സമ്മേളനത്തിൽ ഞാൻ ഇറങ്ങി വന്നത്. സഹിക്കാവുന്നതിലപ്പുറമാണ് ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തനം. ഒരു വർഷക്കാലമായിട്ട് ജില്ലാ സെക്രട്ടറിയുടെ പ്രവർത്തനം സഹിക്കാവുന്നതിലപ്പുറമാണ്. അതാണ് ഇത് ചെയ്യേണ്ടി വന്നത്, അല്ല സാധനം കിട്ടാത്തതുകൊണ്ടല്ല. ഗോവിന്ദമാഷ് പറഞ്ഞത് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ കീഴ്ഘടകങ്ങളിലെ പ്രാദേശിക തർക്കങ്ങൾ മാത്രമാണെന്നാണല്ലോ. ആരാ പറയുന്നത്? സംസ്ഥാന സെക്രട്ടറി. അത് സംസ്ഥാന സെക്രട്ടറി പറയുന്നതായിരിക്കും. സംസ്ഥാന സെക്രട്ടറി അത് പറയും. ഇവിടെ മാത്രമാണോ നടക്കുന്നത്? കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണോ നടക്കുന്നത്? ഏതാണ്ട് 1982 മുതൽ പാർട്ടിയിൽ കണ്ടുവരുന്ന ഒരു നിക്കയിലെ ഞാൻ അന്നത്തെ പാർട്ടിയാണോ ഇന്ന്? അല്ലല്ലോ. അപ്പം സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും കയറി എന്ന് പറയും, ഇതൊന്നും പ്രശ്നമല്ല. പക്ഷേ താഴെ തട്ടിൽ പാർട്ടിയുടെ പ്രവർത്തനവും ജനങ്ങളുടെ ഇടയിലുള്ള ഇതും
വളരെ വലുതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ശരി, ശ്രീ മുല്ലശ്ശേരി മധു, പാർട്ടി വിടാനുള്ള തീരുമാനം ഉറച്ച തീരുമാനമാണോ താങ്കളുടേത്? പാർട്ടി വിടാനുള്ള തീരുമാനം ഉറച്ച തീരുമാനമാണ്. BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ? ഉറച്ച തീരുമാനമാണ്. അല്ല, അതിനെക്കുറിച്ച് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും 2 ദിവസത്തിനകം അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും. BJP-യിലാണോ, BJP-യുടെ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമാണ്. അവരുടെ അടുത്തെല്ലാം അങ്ങനെ ഒരു തീരുമാനം ഞാൻ പറഞ്ഞിട്ടില്ല. 2 ദിവസത്തിനകത്ത് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും. BJP കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 2 വിരുദ്ധ പ്രത്യയശാസ്ത്രങ്ങളാണ്. താങ്കളോട് പറഞ്ഞു തരേണ്ട കാര്യം ഇല്ലല്ലോ, രാഷ്ട്രീയ ബോധ്യമുള്ള ആളാണ് താങ്കൾ. അപ്പോൾ ഈ 2 പാർട്ടിക്കാരും താങ്കളെ അതുകൊണ്ടാണ് ഈ 2 രാഷ്ട്രീയ പാർട്ടികളും താങ്കളെ സമീപിച്ചു എന്ന് പറയുമ്പോൾ ആരെ സ്വീകരിക്കണം എന്നതിന് താങ്കൾ എന്താണ് മാനദണ്ഡമാക്കുക? അല്ല, നമ്മൾ ഏതാണ്ട് 10-42 വർഷമായി നിന്നൊരു പാർട്ടിയിലല്ലേ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ മാനദണ്ഡം നോക്കിയാണോ പല ജില്ലയിലും ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്? അതല്ല ശ്രീ മുല്ലശ്ശേരി മതി, ഞാൻ താങ്കളുടെ കാര്യമാണ് ചോദിച്ചത്. താങ്കൾ ഏത് പാർട്ടിയിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നതിന് താങ്കൾ എന്ത് മാനദണ്ഡമാക്കും? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് 1 മണിക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നീ CPM-ൽ നിന്ന് എന്നെ പുറത്താക്കും, അല്ലെങ്കിൽ ഞാൻ CPM-ആയിട്ട് സഹകരിക്കാൻ തയ്യാറല്ല എന്നൊരു ഒറ്റ തീരുമാനത്തിൽ തന്നെയാണ് പാർട്ടി നേതൃത്വം എന്നെ ഒരുപാട് പറഞ്ഞിട്ടും ഞാൻ അതിൽ നിന്ന് ഇറങ്ങി വന്നാൽ സഹിക്കുന്നതിലപ്പുറമായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അല്ല, അത് ആ ഭാവമൊക്കെ മനസ്സിലായി ശ്രീ മുല്ലശ്ശേരി മധു. അതായത് ഞാൻ ചോദിക്കുന്നത് BJP-യോ കോൺഗ്രസോ എന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് താങ്കൾ തൊട്ട് മുൻപ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ BJP-യും കോൺഗ്രസും പ്രത്യയശാസ്ത്രമായി ഒരു തരത്തിലും ഒരുമിച്ച് നിൽക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടികളല്ല. അങ്ങനെയാണെങ്കിൽ അവരെ ആരെ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ താങ്കൾക്കൊരു നിലപാട് വേണം. ഇപ്പോൾ താങ്കൾ മതേതരത്വ നിലപാടാണ് ഉറച്ചു വിശ്വസിക്കുന്നതെങ്കിൽ താങ്കൾക്ക് ഒരു പാർട്ടിയെ സ്വീകരിക്കാൻ കഴിയും. അതല്ല, താങ്കൾ ദേശീയതയാണ് താങ്കളുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വരുന്നെങ്കിൽ താങ്കൾ വേറൊരു പാർട്ടിയെ സ്വീകരിക്കും. ഇങ്ങനെ അതോ താങ്കളെ ആരാണ് നല്ല ഭംഗിയായി പുതിയ അവസരങ്ങൾ താങ്കൾക്ക് ഒരുക്കുന്നത് അവരിലേക്ക് പോകും, അങ്ങനെയാണോ താങ്കളുടെ തീരുമാനം? അതാണ് അത് പറയുമ്പോൾ ഇന്ന് കോൺഗ്രസുമായി ചേർന്നല്ലേ CPM നിൽക്കുന്നത്. അതെന്താ നിങ്ങൾ പറയാത്തത്? കേരളത്തിൽ വ്യത്യസ്തമായി നിൽക്കുമ്പോഴും അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി കൂട്ടുപിടിച്ച് പല സ്റ്റേറ്റുകളിലും ഇന്ന് കോൺഗ്രസും CPM-മായി മത്സരിക്കുകയല്ലേ. അപ്പോൾ അതെന്താ പറയാത്തത്? പ്രത്യയശാസ്ത്രങ്ങളെല്ലാം നമ്മൾ പറയുമ്പോഴും ഇപ്പോഴത്തെ പാർട്ടിയുടെ നയമാണല്ലോ പലയിടത്തും ഒന്നിച്ചു നിന്ന് മത്സരിക്കുന്നത്. അത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്ന നിലയിലല്ലേ ആ രാഷ്ട്രീയ ബോധ്യമൊക്കെ താങ്കൾക്കില്ലേ? കേരളത്തിൽ അതല്ലല്ലോ സാഹചര്യം. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണല്ലോ മുഖാമുഖം നിന്ന് മത്സരിക്കുന്നത്. BJP-ക്ക് വളർച്ച ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് കേരളത്തിൽ? എന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് താങ്കളുടെ മനസ്സിലൊരു മുൻഗണന കിടക്കുന്നത് BJP-യുടെ കാര്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെ ശ്രീ മുല്ലശ്ശേരി മധു? ഞാൻ താങ്കളുടെ മനസ്സ് വായിക്കുമ്പോൾ താങ്കൾക്ക് ഒരു മുൻഗണന, താങ്കളുടെ മനസ്സിലെ മുൻഗണന BJP ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അങ്ങനെ ഒരു തീരുമാനമല്ല. നിങ്ങൾ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് പല സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണിയായി, അത് എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് നിങ്ങൾ പറഞ്ഞ കണക്ക് വർഗീയ ശക്തികളെ ഒഴിവാക്കാനായിരിക്കാം. പക്ഷേ ഒന്നിച്ച് മത്സരിക്കുന്നതിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ബുദ്ധിമുട്ടും CPM-ന് ഇല്ലല്ലോ. അല്ല ശ്രീ മുല്ലശ്ശേരി മധു, ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം എന്ന ഒരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് രൂപപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല ഇക്കാലം അത്രയും CPM-ന്റെ ഭാഗമായി നിന്നിട്ട്? കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ ഭാഗം ഒരു പ്രസക്തി ഇല്ലല്ലോ. ഇപ്പോ BJP അങ്ങനെ കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ഇല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, BJP വളർച്ചയില്ലേ എന്ന് താങ്കൾ എന്നോട് ചോദിച്ചു. പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല. കോൺഗ്രസ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അല്ല, പക്ഷെ താങ്കളുടെ മനസ്സിൽ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാകും. ഞാൻ ഏതാണ്ട് അല്ല, ഞാൻ ചോദിക്കുന്നത് ശ്രീ മുല്ലശ്ശേരി മധു, നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായി. ഞാൻ അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ട് പാർട്ടി വിടുന്നു എന്ന കാര്യത്തിൽ താങ്കൾക്ക് വ്യക്തതയുള്ള ഒരു ഉത്തരമുണ്ട് മനസ്സിൽ ഉണ്ടല്ലോ?
പക്ഷേ ഏത് പാർട്ടി സ്വീകരിക്കണമെന്ന കാര്യത്തിലും താങ്കൾക്ക് വ്യക്തതയുള്ള ഒരു മാനദണ്ഡം ഉണ്ടായിരിക്കുമല്ലോ. അതെന്താണെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അതുണ്ടാവും. ഇപ്പോഴില്ല, അതോ പറയാറായിട്ടില്ലേ? അത്രയും മാത്രം ഇപ്പം തൽക്കാലം നിങ്ങൾ മനസ്സിലായി. അത് പറയാറായിട്ടില്ല. വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാവും, വ്യക്തമായ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. വരുന്ന കാലഘട്ടത്തിൽ ഈ ആലപ്പുഴയിലെ ബിപിൻ സി ബാബു നടത്തുകയും ചെയ്യും. ആലപ്പുഴയിലെ ബിപിൻ സി ബാബു BJP-യിൽ ചേർന്നപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് ഇനി കൂടുതൽ CPM നേതാക്കൾ BJP-യിലേക്ക് വരുമെന്നാണ്. ഉള്ളവരിൽ പ്രതീക്ഷ അർപ്പിച്ചായിരിക്കുമോ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതെനിക്കറിയില്ല. എന്തായാലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടാവും, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. ജോയ് ജില്ലാ സെക്രട്ടറി ആയിരിക്കണം CPM-ൽ പ്രവർത്തിക്കാൻ ഞാൻ. ശരി മുല്ലശ്ശേരി മധു, വളരെയധികം നന്ദി താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, നിലവിൽ സമാനതകളില്ലാത്ത വിഭാഗീയത കൊണ്ട് നട്ടം തിരിയുമ്പോഴും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതൊക്കെ പ്രാദേശിക തർക്കമാണെന്നാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സമാന്തരമായ ഒരു ലോക്കൽ സമ്മേളനം നടക്കുന്നു. അവിടെ ഒരു ഓഫീസ് തന്നെ തുറക്കുന്നു, വിമത വിഭാഗം EMS സ്മാരകം എന്ന പേരിൽ. തിരുവല്ലയിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോൾ നടപടിയെടുത്തെങ്കിലും പ്രശ്നം പരിഹരിച്ചു എന്ന് പറയാൻ കഴിയില്ല. ലൈംഗിക പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ പരാതി ഉയർന്ന സജിമോന് വേണ്ടിയിട്ട് ഒരു വിഭാഗം വാദിക്കുന്നു. തിരുവനന്തപുരത്ത് ഇതാ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിക്കെതിരെ പരാതി ഉന്നയിച്ചുകൊണ്ട് ഒരു അംഗം പോകുന്നു. ആലപ്പുഴയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ബിപിൻ സി ബാബു നേരെ BJP-യിലേക്ക് ചേക്കേറുന്നു. കൊല്ലത്ത് ഇതാദ്യമായി ജില്ലാ സമ്മേളനത്തിനും സംസ്ഥാന സമ്മേളനത്തിലുമൊക്കെ കരുനാഗപ്പള്ളിയിൽ നിന്ന് പ്രതിനിധികളില്ലാതെ CPM-ന് മുന്നോട്ട് പോകേണ്ടി വരുന്നു. ഇത് VS പിണറായി കാലത്തെ പോലെ അല്ലല്ലോ ഈ വിഭാഗീയ പ്രശ്നങ്ങൾ. എന്നിട്ടും സംസ്ഥാന സെക്രട്ടറി എന്തുകൊണ്ടാണ് ഇത് പ്രാദേശിക തർക്കം മാത്രമാണ് എന്ന് ലഘൂകരിച്ച് കാണുന്നത്? അദ്ദേഹത്തിന്റെ മുഖം രക്ഷിക്കാനാണോ? ഗോപികൃഷ്ണൻ, പാർട്ടിക്ക് എന്തു പറ്റി എന്നുള്ള താങ്കളുടെ ആമുഖം, ഇത് ഈ പാർട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഇതാണ് CPIM എന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങ് ഇത്തരമൊരു ആമുഖം കൊടുത്തിട്ടുള്ളത്. ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിൽ ജനാധിപത്യപരമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. അതിനെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന പേരിലാണ് പലപ്പോഴും അതിനെ വ്യാഖ്യാനിക്കാറുള്ളത്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമാനതകളില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ പാർട്ടിയുടെ പ്രാദേശിക ഘടകങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് തുറന്ന് സമ്മതിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് 42 കൊല്ലം ഈ പാർട്ടിക്കൊപ്പം നിൽക്കുകയും ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുകയും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി 2 തവണ നിന്ന മുല്ലശ്ശേരി മധുവിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരായി ഈ പാർട്ടിയുടെ സംസ്ഥാനത്താകമാനം ഉള്ളതെങ്കിൽ ഈ പാർട്ടി ഇത്തരം പ്രതിസന്ധിയിലൂടെ തന്നെ കടന്നു പോകേണ്ടി വരും. കാരണം എന്തുകൊണ്ടെന്നാൽ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയുള്ള പാർട്ടി കേഡർമാരുടെ അഭാവം ഈ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. ഞാൻ കഴിഞ്ഞ ഒരു ദിവസവും പറഞ്ഞിരുന്നു, പാർട്ടിയിൽ 8 ലക്ഷത്തിലധികം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. ഇതിൽ 5 ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ കഴിഞ്ഞ 8 കൊല്ലത്തിനിടെ പാർട്ടി അംഗത്വം എടുത്തിട്ടുള്ളവരാണ്. സ്വാഭാവികമായും ഒരു ഭരണത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ CPM-ന് അവരെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് പരിമിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യയശാസ്ത്രപരമായി വർഗബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന നിലയിൽ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കുകയും ആ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം CPM പ്രവർത്തകർക്കിടയിൽ നേതാക്കന്മാർക്കിടയിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക താല്പര്യങ്ങളും സ്ത്രീവിരുദ്ധ നിലപാടുകളും കൊണ്ട് ഈ പാർട്ടിയിലെ ചില നേതാക്കന്മാരൊക്കെ അപജയത്തിൻ്റെ വക്കിലാണെന്ന് പാർട്ടി തന്നെ തുറന്ന് സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അത് തിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഈ പാർട്ടി സഖാക്കൾക്കിടയിൽ സ്വാഭാവികമായി രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തണം. പ്രത്യയശാസ്ത്ര അടിത്തറയോടുകൂടിയുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസം നടത്തണം. അല്ലാതെ ഈ പാർട്ടിക്ക് ഇനി 1 ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല. അത് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ഇപ്പോൾ കൊഴിഞ്ഞാമ്പാറയിൽ ഉണ്ടായിട്ടുള്ളത് പാർട്ടിയിലെ ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്നുള്ളതാണോ യഥാർത്ഥത്തിലെ പ്രശ്നം, അതോ പാർട്ടിയിലെ നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ നേരിടാനുള്ള ഒരു രീതി എന്ന നിലയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നത്? അതായത് ഇതേതെങ്കിലും ഒരു ആശയധാരയുടെ പേരിലുള്ള വിമത നീക്കങ്ങളോ അല്ലെങ്കിൽ വിമത ശബ്ദങ്ങളോ അല്ല ഈ ഉയർന്നു വരുന്നത്. എന്തൊക്കെയാ കേസ് പലതരത്തിലുള്ളതാണ്. ഞാൻ പറയുന്നില്ല അത് പണത്തിൻ്റെതാണ്, അത് സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളാണ്, അത് പരസ്പരം പാരവെക്കലാണ്, അത് സ്ഥാനമോഹികളുടെ പ്രശ്നങ്ങളാണ്. ഇതൊന്നും പാർട്ടി ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഒരു സമ്മേളന കാലത്ത് ഒരു ഏരിയ കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടുന്ന സമാനതകളില്ലാത്ത ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവമാണ് CPM-ൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോഴെൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്, അതൊക്കെ പ്രാദേശിക ഘടകത്തിലെ തർക്കങ്ങളാണെന്ന് ലഘൂകരിച്ച് എങ്ങനെ കാണുമെന്നതാണ്.
ഗോപികൃഷ്ണൻ 1964 ശേഷം CPM-നുള്ളിൽ വ്യത്യസ്തവും വ്യതിരിക്തവുമായിട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അതൊക്കെ ആശയസമരത്തിൻ്റെ ഭാഗമായി പാർട്ടിയിൽ ഉത്ഭവിച്ചിട്ടുള്ള രൂപപ്പെട്ടു വന്നിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുടെ പക്ഷമായി കേരളത്തിൽ പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു രാഷ്ട്രീയ തലവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു അടിത്തറയും ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ നിലവിൽ ഇപ്പോൾ കേൾക്കുന്ന വാർത്തകളെ സംബന്ധിച്ചിടത്തോളം അത് CPM-ന് ആശ്വാസകരമായിട്ടുള്ള വാർത്തകളല്ല. വ്യക്തി താല്പര്യങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളും സ്ത്രീ വിഷയത്തിലും അധിഷ്ഠിതമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ കേൾക്കുന്നത്. സ്വാർത്ഥ താല്പര്യത്തോടെ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ ഈ പാർട്ടി വിട്ടു പോകും, അതിനൊരു സംശയം വേണ്ട. അവർക്ക് ഈ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാനാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പാർട്ടി ഒരു ഉപാധിയായി അവരാഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, അവർ ഈ പാർട്ടി വിട്ടു പോകും. കൊഴിഞ്ഞാമ്പാറയിലെ വ്യത്യസ്തമായൊരു സംഭവമാണ്. അവിടെ ഒരു കോൺഗ്രസ് നേതാവ് CPM-നുള്ളിലേക്ക് വന്നപ്പോൾ ഈ അടുത്ത കാലത്ത് CPM-ന് സംഭവിച്ചിട്ടുള്ള മറ്റൊരു പിശകും അതുതന്നെയാണെന്നതിനെയാണ് എൻ്റെ തോന്നൽ. കാരണം CPM പുറത്തു നിന്ന് വരുന്ന ആളുകളെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന രണ്ട് കൈയും നീട്ടി കെട്ടിപ്പിടിച്ച് അവരെ പാർട്ടിയിലേക്ക് ആനയിക്കുമ്പോൾ സ്വാഭാവികമായും അവർ നടത്തുന്ന ഇടപെടലുകൾ വർഗപരമായ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നില്ല. ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന നിലയിൽ CPM അങ്ങനെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ വരുന്ന ആളുകളെ തഴുകുന്നതോടൊപ്പം അവരെ ചേർത്തു പിടിക്കുന്നതോടൊപ്പം പാർട്ടിക്ക് കേരളത്തിൽ പ്രവർത്തിച്ചു പോകണം. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗ സർവാധിപത്യത്തെ ആഗ്രഹിക്കുകയും ജനകീയ ജനാധിപത്യ വിപ്ലവം സ്വപ്നം കാണുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇത്തരത്തിൽ വരുന്ന ആളുകളെ ചേർത്തു പിടിക്കുമ്പോൾ സ്വാഭാവികമായി ദീർഘകാലമായി പാർട്ടിക്കൊപ്പം നിന്നിരുന്ന ആളുകൾ അത്തരത്തിൽ പ്രതിസന്ധി. ഇപ്പോൾ മുല്ലശ്ശേരി മധുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞത് സഖാവ് ജോയിയെക്കുറിച്ചാണ്. സഖാവ് ജോയി 90കളുടെ തുടക്കത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിട്ടുള്ള വലിയ രാഷ്ട്രീയ സമരങ്ങളുണ്ട്, അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണ്. ആ സമരങ്ങളുടെ നേതൃനിരയിൽ നിന്ന് തിരുവനന്തപുരത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിന് അടിസ്ഥാനമായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാനാവില്ല. ഇതാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത്. ശരി അസ്കർ, ഞാൻ വി ജോയുടെ ക്രെഡൻഷ്യൽസിനെ കുറിച്ചല്ല, മറിച്ച് അദ്ദേഹം ഈ വിഭാഗീയ പ്രവർത്തനങ്ങളിൽ പക്ഷം പിടിക്കുന്നു എന്ന ഒരു ഗുരുതരമായ ആരോപണം കൂടി അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിട്ടാണ് ഈ മുല്ലശ്ശേരി മധുവിനെ പോലുള്ളവർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. ഏതായാലും പാർട്ടിക്ക് ഇത് എന്തു പറ്റി എന്ന തലക്കെട്ടിലെ അപാകതകൾ ആണ് അഡ്വക്കേറ്റ് അസ്കർ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ഒരു അഭിപ്രായം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റ് പാനലിസ്റ്റുകൾക്കുണ്ടോ എന്നുകൂടി നമുക്ക് പരിശോധിക്കണം. പാർട്ടിക്ക് ഇത് എന്തു പറ്റി എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ശ്രീ KP നൗഷാദ് അലി, ഏത് സംഘടനയിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ ആഭ്യന്തര തർക്കങ്ങളും പ്രശ്നങ്ങളും അതിനെ തുടർന്നുള്ള കൊഴിഞ്ഞുപോക്ക് എന്ന നിലയിൽ സാമാന്യവൽക്കരിച്ച് കണ്ടാൽ മതിയോ CPM-ലെ പ്രശ്നങ്ങളെ? ഇപ്പോൾ ഡോക്ടർ P സരിനെ പോലെയുള്ള ആൾക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇടതുപക്ഷത്തേക്ക് പോയ ഒരു അനുഭവം കോൺഗ്രസിനുമുണ്ടല്ലോ, അങ്ങനെ തന്നെ കണ്ടാൽ മതിയോ? അങ്ങനെയാണോ താങ്കൾ കാണുക? ഇവിടെ ഗോപികൃഷ്ണൻ ഇവിടെ മുമ്പ് ശങ്കരാടിയുടെ കഥാപാത്രം ഈ INSP-യിൽപ്പെട്ട ആളുകളെ വല്ല ഗർഭക്കേസിലോ പെണ്ണ് കേസിലോ മോഷണ കേസിലോ ഒക്കെ കുടുക്കി അവരെ ഇകഴ്ത്തി ജനമധ്യത്തിൽ താറടിച്ച് കാണിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോൾ അറം പറ്റി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് CPM-നകത്തെ ആളുകൾ പരസ്പരം സ്ത്രീ വിഷയങ്ങൾ, മണ്ണ്, പെണ്ണ്, പൊന്ന് ഇതൊക്കെ പരസ്പരം ആരോപിച്ചുകൊണ്ട് അവർ തല്ലിപ്പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ചക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇത് CPM-നകത്ത് നിന്ന് CPM-നെസ്, കമ്മ്യൂണിസം എന്ന അന്തസത്ത എപ്പോൾ ചോർന്നു പോകുന്നുവോ, എവിടെയൊക്കെ ചോർന്നു പോയിട്ടുണ്ടോ അവിടെയൊക്കെ ആ പാർട്ടി നശിച്ചു പോയിട്ടുണ്ട്. ബംഗാളിലും ത്രിപുരയിലൊക്കെ അത് ചോർന്നപ്പോഴാണ് ആ പാർട്ടി അവിടെ നിശേഷമില്ലാതായത്. കേരളത്തിലും അതിൻ്റെ വഴിയാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പാരമ്പര്യത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അവർക്ക് സ്വതന്ത്രപൂർവ്വ ഇന്ത്യയിൽ തന്നെ വിപുലമായ സാന്നിധ്യമുണ്ടായിരുന്നു. മദിരാശിയിൽ ശിങ്കാരവേലൻ, ബോംബെയിൽ ഡാങ്കെ, UP-യിൽ പിന്നെ ഷൗക്കത്ത് ഉസ്മാനി, അതുപോലെ തന്നെ മുസഫർ അഹമ്മദ് ബംഗാളിൽ നയിക്കുന്നു, ഗുലാം ഹുസൈൻ സിന്ധിൽ നയിക്കുന്നു. ഇങ്ങനെയൊക്കെ വലിയ സാന്നിധ്യമുള്ള കാൺപൂരിലും ലാഹോറിലും മീററ്റിലും ഒക്കെ അട്ടിമറിയൊക്കെ നടത്തി സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കാളിത്തമൊക്കെ വഹിക്കാൻ ശ്രമിച്ച ഒരു പാർട്ടി തന്നെയാണ്. പക്ഷേ അന്നും അവർ ഗാന്ധിയെ പരസ്യമായി ബോയ്ക്കോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ എല്ലാ കാലത്തും ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറുകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നീങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വലിയ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. കൽക്കട്ട തീസിസ് ഉണ്ട്, 1964 കോൺഗ്രസിനെ ചൊല്ലിയുള്ള പിളർപ്പുണ്ട്, സംഘപരിവാറിനോടൊപ്പം ചേർന്ന 77 89 CPM-ൻ്റെ ഭരണമൊക്കെ ഉണ്ട്. അങ്ങനെ പല ശോഷണങ്ങളും ആ പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ പാർട്ടിക്കകത്ത് നിന്ന് അവരുടേതായ പ്രത്യേകതകൾ ഒഴിഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് അവരില്ലാതാകുന്നത്. അതുകൊണ്ട്
ഇത് വളരെ ഗുരുതരമായിട്ട് നമ്മൾ കാണണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആ CPM-നെസ് ഊർന്നു പോയിരിക്കുന്നു. അവിടെ ഒരു പിണറായി സ്തുതിയും അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യപരമായ നിലപാടുകളുടെ കൂടെ തങ്ങളുടെ ചെരുപ്പ് മുറിച്ച് കാല് മുറിച്ചൊക്കെ നീങ്ങുന്ന ആളുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അവിടങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ വരുന്നതിൽ യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM-ൻ്റെ ഭരണം അതിൻ്റെ പരമ്പരാഗത ശൈലിയിൽ നിന്നും രീതിയിൽ നിന്നൊക്കെ വ്യതിചലിച്ച് മറ്റേതോ ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ബൂർഷ്വാ പാർട്ടി എത്തരത്തിൽ രൂക്ഷമായിട്ട് പെരുമാറുമോ ആ തലത്തിലേക്ക് CPM-ൻ്റെ എല്ലാ വികസന അവരുടെ ഭരണതലത്തിലുള്ള ഇടപെടലുകളും മാറിക്കഴിഞ്ഞു. പിണറായി വിജയൻ്റെ രാഷ്ട്രീയം മുഴുവൻ ലാഭേച്ഛ മാത്രം മുൻനിർത്തിയുള്ള ഏത് വർഗീയതയെയും എപ്പോൾ വേണമെങ്കിലും പുണരാൻ സന്നദ്ധമായിട്ടുള്ള കേന്ദ്രത്തിലെ മോദിക്ക് ആനുപാതികമായിട്ട് കേരളത്തിൽ മുന്നോട്ട് പോവുക എന്ന ലക്ഷ്യവുമായിട്ട് പോകുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിൻ്റെ. ഒരു കാര്യം, പക്ഷേ ഈ CPM വിട്ടു പോകുന്നവരുടെ ഒരു ഓപ്ഷൻ BJP ആകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ബിപിൻ സി ബാബു പോയി BJP-യിലേക്ക്, എനിക്കൊന്ന് മുല്ലശ്ശേരി അത് പറഞ്ഞില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം BJP-യിലേക്ക് ഉള്ളതുപോലെ എനിക്ക് തോന്നി. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇന്നിപ്പോൾ G സുധാകരനെ പോയി KC വേണുഗോപാൽ കണ്ടിട്ടുണ്ട്. സൗഹൃദ സന്ദർശനം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് ഈ ഏരിയ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കാതെ വീട്ടിലിരിക്കുമ്പോഴാണ് G സുധാകരനെ KC വേണുഗോപാൽ കഴിയുന്നത്. അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ നേതാക്കൾ വരികയാണെങ്കിൽ വരട്ടെ എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നത് കൊണ്ടാണോ, അതിനുവേണ്ടിയുള്ള ശ്രമമാണോ കോൺഗ്രസ് നടത്തുന്നത്? അല്ല, CPM വിട്ടു പോകുന്ന ആളുകൾ BJP ഒരു പക്ഷേ ഒരു ഓപ്ഷനായിട്ട് ആരെങ്കിലുമൊക്കെ സ്വീകരിച്ചേക്കാം. കാരണം അതൊക്കെ പ്രവർത്തന ശൈലിയിൽ സമാനതകൾ പുലർത്തുന്ന ഒരു രണ്ട് പ്രത്യയശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ പാർട്ടികളോ ആയതുകൊണ്ടാവാം. പക്ഷേ BJP-യിൽ നിന്ന് കടന്നു വരുന്ന അതിൻ്റെ പ്രസാദാത്മകമായ മുഖങ്ങളൊക്കെ കോൺഗ്രസിനെയാണ് ഓപ്ഷനായിട്ടും ചോയ്സായിട്ടും സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവർ CPM-കാർ കുറേ പേര് BJP-യിലേക്ക് പോകുന്നതുകൊണ്ട് BJP-യുടെ നില ഭദ്രമാവുമെന്ന് നിങ്ങൾ കരുതണ്ട. പിന്നെ KC വേണുഗോപാൽ ഈ രാജ്യത്തെ ഏറ്റവും മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാക്കളിലൊരാളാണ്. അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലമാണ് ആലപ്പുഴ. അവിടെയുള്ള കേരളത്തിലെ വളരെ മുതിർന്ന ഒരു നേതാവിനെ അദ്ദേഹം പോയി കാണുന്നു. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ അവർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് എനിക്കൊന്നും ആ വിഷയത്തിൽ പറയാനില്ല. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ കൃത്യമായിട്ട് നോക്കേണ്ടത് ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ടൊരു സ്ഥലത്തല്ല. ഇത് 4 ജില്ലകളിൽ വ്യത്യസ്ത ദിശകളിൽ വ്യത്യസ്ത സംസ്കാരമുള്ള പ്രദേശങ്ങളിലാണ്. മംഗലപുരത്തുണ്ടാകുന്നു, പിന്നെ അത് കഴിഞ്ഞ് തിരുവല്ലയിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് കരുനാഗപ്പള്ളിയിലേക്ക് വരുന്നു, അമ്പലപ്പുഴയിലേക്ക് വരുന്നു, കൊഴിഞ്ഞാമ്പാറയിലേക്ക് വരുന്നു. ഇതൊക്കെ സ്ഫോടനാത്മകമായി പുറത്തേക്ക് നിർഗമിച്ച ലഹളകളാണ്. അതിനകത്ത് നീറിപ്പുകയുന്ന എത്രയോ ഇടങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ വേറെ മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ഞാൻ വരാം. ഇനി ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ MN കാരശ്ശേരി മാഷെ, ഈ പാർട്ടിക്ക് ഇത് എന്തു പറ്റി എന്ന തലക്കെട്ടിൽ അഡ്വക്കേറ്റ് അസ്കറിന് ഒരു വിയോജിപ്പുണ്ട്. നിലവിലെ ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു തലക്കെട്ട് അനുചിതമായിരുന്നു എന്നൊരു അഭിപ്രായം മാഷിനുണ്ടോ? എനിക്കില്ല ഗോപികൃഷ്ണൻ. എന്താ വെച്ചാൽ CPM-ന് എന്തു പറ്റി എന്ന് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നേരത്തെ അതിനകത്തൊരു ഉൾപാർട്ടി ജനാധിപത്യം ഉള്ള പാർട്ടിയല്ല CPM. പക്ഷേ അതിനകത്തുള്ള നേതാക്കന്മാരുടെ, പ്രത്യേകിച്ച് ഭരണരംഗത്തുള്ള ആളുകളുടെയൊക്കെ അഴിമതി, സ്വജനപക്ഷപാതം, കെടുകാര്യസ്ഥത, അധാർമികത അതൊക്കെ വളരെയധികം മുഴുത്തിട്ട് ആ പാർട്ടിക്കകത്തുള്ള ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ സംഭവങ്ങളുടെ ഒരു പരമ്പര എടുത്തു നോക്കൂ. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ PP ദിവ്യ പ്രതിയായ കേസ് എന്തുകൊണ്ടാണ് CBIക്ക് വിടാത്തത് എന്ന് ഒരു സാധാരണ CPM-കാരന് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. ചാനൽ ചർച്ചയിൽ ന്യായീകരണ തൊഴിലാളികൾ പറയുമ്പോൾ അവർക്ക് വർത്തമാനം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കാഫർ സ്ക്രീൻഷോട്ടിൻ്റെ ആളെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് പറയാൻ പറ്റില്ല. ഇങ്ങനെ അപ്പോൾ ആരാണ് ഈ ട്രോളി ബാഗിൻ്റെ കണ്ടുപിടിച്ചത് ആരാണ്? ഇങ്ങനെ എല്ലാം യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്ത, പിന്നെ എക്സാലോജിക്ക് എന്ത് സേവനം കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1,72,00,000 രൂപ പ്രതിഫലം കിട്ടിയെന്നുള്ളതിന് മറുപടിയില്ല. അവരാ സ്ഥാപനം തുടങ്ങിയത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അമ്മയ്ക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആരാ വിശ്വസിക്കാം? ഞാൻ 1-2 ചെറിയ ഉദാഹരണം പറയുന്നുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ മിക്കതിനും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. പല കാര്യങ്ങൾക്കും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷയ്ക്ക് മറുപടിയില്ല. എങ്ങനെ മറുപടി ഇല്ലാതാകുന്ന ഒരു പാർട്ടിക്ക്? അപ്പോൾ
ഈ തരത്തിൽ സ്വജനപക്ഷപാതം ഇപ്പോൾ പാർട്ടി നേതാക്കന്മാരുടെ മക്കളൊക്കെ അവരാരും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, അവരൊക്കെ ബിസിനസ്സുകാരാണ്. CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും ഒക്കെ ഉള്ളത് ബിസിനസ് രംഗത്താണ്. അവരൊക്കെ വലിയ പണക്കാരും ബിസിനസ്സുകാരുമാണ്. എല്ലാവരും അഴിമതിക്കാരാന്ന് ഞാൻ പറയില്ല, അവർ ബിസിനസ്സുകാരാണ്. അപ്പോൾ ഈ പാർട്ടിയുടെ അപജയം എന്ന് പറഞ്ഞ് പല രംഗത്തിലുമാണ്. ഇപ്പോൾ പാർട്ടിക്കകത്ത് എൻ്റെ കണക്കിന് പിണറായി വിജയൻ്റെ ആധിപത്യം വന്നതോടുകൂടിയാണ് ഈ അളവിൽ പാർട്ടി കെടാൻ തുടങ്ങിയത്. അത് VS-നെ പൂർണ്ണമായി മാറ്റി നിർത്തി പിണറായിക്ക് ഒറ്റ കൈ, അതായത് മേൽക്കൈ കിട്ടിയപ്പോൾ എല്ലാ വിഭാഗീയതയും അവസാനിച്ചു. അപ്പോൾ എന്തായി? ഒരു പിണറായിസ്റ്റ് പാർട്ടിയായിട്ട് മാറി. ആ പിണറായിസ്റ്റ് പാർട്ടിക്ക് ഈ തരത്തിലുള്ള ധാർമ്മികമായ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ മാത്യു കുഴൽനാടനൊരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ പച്ചക്കള്ളമാണ് എന്ന് ക്ഷോഭിച്ച് പറയുക, വേറൊരു കാര്യം ഒരാൾ ഉന്നയിക്കുമ്പോൾ അതിനെപ്പറ്റി മിണ്ടാതിരിക്കുക. VD സതീശൻ്റെ പല ചോദ്യങ്ങൾക്കും അദ്ദേഹത്തിന് ഉത്തരമില്ല, മറുപടിയില്ല. അപ്പോൾ ഇത് SFIയിലോ DYFIയിലോ ഒക്കെ ഉള്ള ചെറുപ്പക്കാർ പെരുമാറുന്ന രീതി, അതുപോലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ വെക്കുമ്പോൾ യാതൊരു മാനദണ്ഡവുമില്ല. അവിടെ ആളുകൾക്ക് PhD കിട്ടുന്നതിന് മാനദണ്ഡമല്ല, അവിടെ അധ്യാപകരെ നിയമിക്കുന്നതിന് മാനദണ്ഡമല്ല. അതിലൊക്കെ പാർട്ടി സ്വജനപക്ഷപാതം കൊണ്ട് PSC ലിസ്റ്റിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെ ഇപ്പോൾ ഞാനിങ്ങനെ എണ്ണി പറയേണ്ട കാര്യമല്ല. അപ്പോൾ ഇതൊക്കെ ഈ ധാർമ്മികമായ അപജയം എന്ന് പറയുന്നത് ഏത് പാർട്ടിക്കകത്തും സാധാരണ ജനങ്ങൾ പാവപ്പെട്ട ആളുകളാണ്, അവർ ധാർമ്മിക ബോധമുള്ളവരാണ്, അവരിതൊക്കെ സത്യമാണ്, നീതിയാണ്, നിത്യമാണ് എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അവരുടെ മുമ്പിലാണ് ഇതൊക്കെ വരുന്നത്. ആ സ്ത്രീകളൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടില്ലേ? അവരുടെ സദാചാര ലംഘനത്തെപ്പറ്റിയും അവരുടെ അഴിമതിയെപ്പറ്റിയൊക്കെ അവരാ പറയുന്നത്, വേറൊരാൾ പറയുന്നതല്ല. അപ്പോൾ പാർട്ടിക്കകത്തുള്ള കൊള്ളരുതായ്മകളെ പാർട്ടിക്കാർ തന്നെ എതിർക്കുന്ന ഒരു രീതിയാണിത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ 2006 ഇലക്ഷനിൽ മുസ്ലിം ലീഗിലെ വലിയ ശതമാനം സ്ത്രീകളാണ് കുഞ്ഞാലിക്കുട്ടിയെയും ET മുഹമ്മദ് ബഷീറിനെയും MK മുനീറിനെയൊക്കെ തോൽപ്പിച്ചത്. 1957 നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ 8 മെമ്പർമാരുണ്ടായിരുന്നു. 2006 അത് 7 മെമ്പർമാരായി ചുരുങ്ങി. എന്താണ്? സ്വന്തം നേതാക്കന്മാരെ ഒരു പാഠം പഠിപ്പിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഐസ്ക്രീം പാർലർ കേസായിരുന്നു. അപ്പോൾ അതുപോലെ സ്വന്തം നേതാക്കന്മാർ ഒരു പാഠം പഠിപ്പിക്കണം എന്ന തരത്തിൽ അണികളുടെ ഇടയിൽ ഒരു വിസ്ഫോടനം ഉണ്ടായി വരികയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലിപ്പോൾ സ്ഥാനമാനങ്ങളെ ചൊല്ലിയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഇപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള തർക്കങ്ങളെ പറ്റി അല്ല ഞാൻ പറയുന്നത്. അല്ലാതെ തന്നെ വലിയൊരു വിങ്ങൽ എല്ലാ ജില്ലകളിലും ഉണ്ട്. കാരണം പലതിനും മറുപടിയില്ല. അവരെങ്ങനെയാണ് ഒരു ചായപ്പീടിയിൽ അല്ലെങ്കിൽ ഒരു ബസ്സിൽ അല്ലെങ്കിൽ ഒരു കല്യാണ പന്തലിൽ ഒരു ട്രെയിനിൽ ഒരു ഓഫീസിൽ സഹപ്രവർത്തകരോട് സംസാരിക്കുക? ഈ ചാനലിൽ ഇവർ ന്യായീകരിക്കുമ്പോൾ മനുഷ്യന് വർത്താനം പറയാൻ പറ്റില്ല. മനസ്സിലായി. അവർക്കിപ്പോ എന്തുകൊണ്ടാണ് ആ കാഫർ സ്ക്രീൻഷോട്ടിന്റെ ഉത്തരം കിട്ടാത്തത് എന്നതിനൊരു മറുപടി ഇല്ലല്ലോ. അപ്പോൾ അല്ലെങ്കിൽ വനിതാ മേയർ തിരുവനന്തപുരത്ത് ആ ബസ്സിന് എന്താണ് ചെയ്തത് എന്നുള്ളതിൻ്റെ CCTVയുടെ മെമ്മറി കാർഡ് എന്തുകൊണ്ട് കാണുന്നില്ല? മറുപടിയില്ല. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ ഇതിനൊക്കെ മറുപടി വേണം. അപ്പം ജനാധിപത്യത്തെപ്പറ്റി വർത്തമാനം പറയും. ഇപ്പോൾ ബഹുമാനപ്പെട്ട അസ്കർ തൊഴിലാളി വർഗാധിപത്യത്തെ പറഞ്ഞു. 1952 ഞങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ചു, ഞങ്ങൾ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നവരാണ് എന്ന് എഴുതി കൊടുത്തിട്ടാണ് പാർട്ടിയുടെ നിരോധനം 48 വന്ന നിരോധനം നീക്കിയത്. അപ്പോൾ തൊഴിലാളി വർഗാധിപത്യമൊന്നും ജനാധിപത്യമല്ല. അപ്പോൾ അണികൾക്ക് ഇത് ബോധ്യമാവുന്ന രീതിയിൽ വർത്തമാനം പറയാൻ പോലും നേതാക്കന്മാർക്ക് പറ്റുന്നില്ല. ശരി മാഷെ, ഞാൻ വരാം. മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശരി, ശ്രീ NM പിയേഴ്സൺ, ഇത് സമാനതകളില്ലാത്ത ഒരു വിഭാഗീയത ഈ CPM-ന്റെ നേതൃത്വം നേരിടുന്നു എന്ന് പറയുമ്പോൾ പലരും തിരുത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഡോക്ടർ അസ്കറിനെ പോലെ ഇത് ഈ പാർട്ടിയിൽ ആദ്യത്തെ സംഭവമല്ല. ഇത് ഇപ്പോൾ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട കാര്യമൊക്കെ പറയുമ്പോൾ ആളുകൾ പലരും അവരുടെ പ്രതികരണങ്ങളൊക്കെ ആയി പറയുന്നത് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുന്നത് ആദ്യത്തെ സംഭവമല്ല, ഇത്തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് CPM-നെ സംബന്ധിച്ച് ആദ്യത്തെ പ്രശ്നങ്ങളല്ല, ഇതുപോലെയുള്ള ഭിന്നാഭിപ്രായങ്ങളുമായി ആളുകൾ പരസ്യമായി രംഗത്ത് വരുന്നത് CPM-നെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവങ്ങളല്ല. ഇതിലെല്ലാം തിരുത്തൽ നടപടികളും അച്ചടക്ക നടപടികളിലൂടെയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ ഒരു പാരമ്പര്യമാണ് CPM-നുള്ളത് എന്നാണ്. ഈ
താങ്കൾ എങ്ങനെയാണ് ഇത്തരം അഭിപ്രായങ്ങളെ നിരീക്ഷിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്? വളരെ കുറച്ച് നേരം മാത്രമേ നമുക്ക് സംസാരിക്കാനുണ്ടാവൂ എന്നുള്ളതിൻ്റെ പേരിൽ നേരിട്ട് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. പ്രൊഫസർ കെ വി തോമസ് CPM-ലേക്ക് വരുന്നു. എന്തിനാണ് പ്രൊഫസർ കെ വി തോമസ് CPM-ലേക്ക് വന്നത്? ഉത്തരവുണ്ടോ? എന്തിനാണ് CPM കെ വി തോമസിനെ സ്വീകരിച്ചത്? കേരളത്തിലെ ഒരു CPM-കാരനും ഇതുവരെ മനസ്സിലാകാത്തതായിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ സരിൻ ഇപ്പോൾ വന്നപ്പോൾ സ്വീകരിച്ചു. എന്നുവെച്ചാൽ ഭാഗ്യാന്വേഷികളുടെ ഒരു തുരുത്തായി ഒരു പാർട്ടി മാറുമ്പോൾ, ഇത് ഈ ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ എല്ലാ പാർട്ടികളും ഇതേപോലെ ഭാഗ്യാന്വേഷികളെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ഭാഗ്യാന്വേഷികളുടെ ഒരു കേന്ദ്രമായിട്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാറിത്തീരുമ്പോൾ ആ പാർട്ടികളൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഇതേപോലെയുള്ള വിഷയങ്ങളിൽ ഉരുളും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്തെ സ്ത്രീകൾ ചോദിച്ചതെന്നാണ്, പെണ്ണുപിടിയനെയാണോ പാർട്ടിയുടെ സെക്രട്ടറി ആക്കാൻ നടക്കണമെന്ന് ചോദിച്ചു. പാർട്ടിക്കാരാണ് ചോദിച്ചത്, മാധ്യമങ്ങളല്ല, അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധരായിട്ടുള്ള ആളുകളല്ല ചോദിച്ചത്. അപ്പോൾ പാർട്ടിക്കകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് അധികാരത്തെ സംബന്ധിച്ചിടത്തോളം, അഴിമതിയെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പാർട്ടി എങ്ങനെയാണ് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്നത്? ആ മൂല്യാധിഷ്ഠിത വ്യവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് മാത്രമാണ് കാരശ്ശേരി മാസ്റ്റർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് പാർട്ടിയുടെ അണികൾ തയ്യാറാവേണ്ടതുള്ളൂ. മൂല്യവ്യവസ്ഥയ്ക്ക് മാത്രമാണ് മനുഷ്യൻ്റെ ഈ ആർത്തി, അധികാരാർത്തി, പണാർത്തി, സ്ത്രീലമ്പടത്തം, പിന്നെ നമുക്ക് പറയാവുന്ന എല്ലാ സാധനങ്ങളും ചേർത്ത് വെച്ച് കൊടുക്കാനായിട്ട് കഴിയുന്നത്. മൂല്യവ്യവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് അതൊക്കെ തെറ്റാണ് എന്ന് ആർക്കും തോന്നുകയുള്ളൂ. മൂല്യവ്യവസ്ഥ ഇല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് തെറ്റാകുന്നത്? ഒരു ദിവസം നേരം വിളിക്കുമ്പോൾ ഒരാൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചാടുന്നതിൽ എന്ത് മൂല്യവ്യവസ്ഥയാണ് കാരശ്ശേരി മാഷേ ഉള്ളത്? അപ്പോൾ മൂല്യവ്യവസ്ഥ ഇല്ലാത്തൊരു സാമൂഹ്യ വ്യവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെ നേരിടുന്നതായിട്ടുള്ള പ്രതിസന്ധികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും കാർന്നു തിന്നുന്ന നമ്മളീ പറഞ്ഞ അധികാരാർത്തിയും അഴിമതിയും സജ്ജനപക്ഷപാതവും എല്ലാ വൃത്തികേടുകളും അതൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്ന എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരു മൂല്യവ്യവസ്ഥ ഉണ്ടാകണം. ആ മൂല്യവ്യവസ്ഥയ്ക്ക് കീഴടങ്ങി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. എനിക്കങ്ങനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുള്ളൂ. കാരശ്ശേരി മാഷക്കും അങ്ങനെ നിയന്ത്രിക്കാനായിട്ട് കഴിയുള്ളൂ. ഹസ്കറിനും അതേപോലെ തന്നെ അലിക്കുമൊക്കെ അതൊക്കെ അങ്ങനെ സ്വീകരിക്കാനായിട്ടേ ഉള്ളൂ. നമുക്കൊരു മൂല്യവ്യവസ്ഥ, നമ്മുടെ ഒരു പ്രസ്ഥാനത്തിന് മൂല്യവ്യവസ്ഥ, ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ത് മൂല്യവ്യവസ്ഥകൾ? ഓരോരുത്തരും കാലത്തെ എഴുന്നേറ്റ് വന്ന് പറയണം, നാളെ കുറച്ച് പേരും കൂടി വരും കേട്ടോ എന്ന്. BJP-യിലേക്ക് വരും, കോൺഗ്രസിലേക്ക് വരും, CPM-ലേക്ക് വരും. ഇങ്ങനെ ഓരോ പാർട്ടിയിലേക്കും ഓരോ ദിവസം ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലേലം വിളി നടക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയ നേതൃത്വം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളെന്താണ് ഇവരുടെയൊക്കെ കരണത്തടിക്കത്ത്? ഇത്തരത്തിലാണ് രാഷ്ട്രീയ പ്രവർത്തനം രാജ്യത്ത് നടത്തേണ്ടത്. CPM-നെ സംബന്ധിച്ച് ഈ സമ്മേളനകാലത്ത് അണികൾക്കിടയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത, പ്രാദേശിക ഘടകങ്ങളിലെ തർക്കമൊക്കെ നേതൃത്വം അത് വെച്ചു പൊറുപ്പിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. അദ്ദേഹം വന്ന ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഇത് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ നേതൃത്വത്തിന്റെ നിയന്ത്രണങ്ങൾക്ക് പുറത്തേക്ക് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ പോകുന്നു, അങ്ങനെയാണോ താങ്കൾ? അതായത് ഈ അടിത്തട്ടിലെ വിപ്ലവം ആ നിലയ്ക്ക് പാർട്ടിക്ക് ദോഷം ചെയ്യാൻ പോകുന്നു എന്ന് കാണുമോ? അങ്ങനെ പോകും. അല്ല ഗോപീഷ്ണൻ അങ്ങനെയല്ലേ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ നേരത്തെ നമ്മളോട് സംസാരിച്ചായിട്ടുള്ള മധു പറഞ്ഞ എന്താണ്, എന്നെക്കാത്ത് BJP-ക്കാരും കോൺഗ്രസ്സുകാരും അപ്പുറത്തിപ്പെണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിച്ചിട്ടില്ല, നാളെ മറ്റന്നാളും തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള അണികളെ ആർക്കാണ് നിയന്ത്രിക്കാനായിട്ട് കഴിയുന്നത്? നിങ്ങൾ അധികാരം ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വാര്യരുടെ മാറ്റം കണ്ടത്. വാര്യർക്ക് വലിയ ഓഫർ കൊടുത്ത കോൺഗ്രസ് ആയിരുന്നല്ലോ. അതിക്ക് മുമ്പ് ഓഫറായിട്ട് പോയത് CPM ആയിരുന്നു. ഓഫറിൽ വലുത് കോൺഗ്രസ് നൽകിയതായിരുന്നു എന്നതുകൊണ്ട് വാര്യർ അങ്ങോട്ട് പോയി. ഇങ്ങനെയുള്ള ഒരു മൂല്യവ്യവസ്ഥക്കകത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് എന്താണ് നമ്മൾ സംസാരിക്കേണ്ടത്? അപ്പോൾ അവർ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ എന്താണ് CPM-ൻ്റെ സെക്രട്ടറി പറഞ്ഞു, ഇപ്പോൾ ഗോപീഷൻ ചോദിച്ച ചോദ്യം അതാണ്. അദ്ദേഹം വെച്ച് ഉറപ്പിക്കില്ല. എന്ത് വെച്ച് ഉറപ്പിക്കാൻ? വെച്ച് ഉറപ്പിക്കേണ്ട, നീ വെച്ച് പുറത്തുവെന്നും പറഞ്ഞിട്ട് അവർ പുറത്തു പോകണം. അവർക്ക് വേറെ പണിയുണ്ടാകും, അവരത് നോക്കാൻ പോകണേ. അങ്ങനെ നോക്കാവുന്ന രീതിയിലേക്ക് അവർ മാറി.
അധികാരമാണ് പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ പരിഗണനയാണ് പ്രധാനപ്പെട്ട പ്രശ്നം, അല്ലെങ്കിൽ സ്വജനപക്ഷപാതമാണ് പ്രശ്നം, പണമാണ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളുമാണ്. ഇതിലെന്താണ് കിട്ടുക എന്ന തരത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് പോകുന്ന തരത്തിലേക്ക് അണികളെ മാറ്റിയെടുത്താര നേതാക്കളാണ്. അതാണ് ഞാൻ തോമസിൻ്റെ കാര്യം പറഞ്ഞത്. KV തോമസ് കേരളത്തിന് ഏറ്റവും വലിയ വൃത്തികെട്ട മാതൃകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാർട്ടി പോലും അത് തന്നെയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലത്തെ പാർട്ടിയായിട്ട് എല്ലാ പാർട്ടികളും മാറി, CPM മാറി, BJP മാറി, എല്ലാ ആളുകളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ ചെയ്യുന്നതിനെ എന്തിനെ ന്യായീകരിക്കാൻ നടക്കുന്നത്? ഈ നേതാക്കൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവൃത്തികൾ അതെങ്ങനെയാണ് ശരിയാണ്? ഓപ്പറേഷൻ വാരിയർ എന്ന് പറയുന്നതിനെ കോൺഗ്രസിന് ന്യായീകരിക്കാൻ കഴിയുമോ? ഓപ്പറേഷൻ സരിനെ ന്യായീകരിക്കാനായിട്ട് CPM-ന് കഴിയുമോ? കുറച്ച് നാളുകൾക്ക് മുമ്പല്ലേ AK ആന്റണിയുടെ മകനെയും അതേപോലെ തന്നെ KK നായരുടെ മകളെയും BJP-ക്കാർ പിടിച്ചുകൊണ്ടുപോയത്? ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം. എന്ത് മൂല്യവ്യവസ്ഥയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്? ഇത്രമാത്രം വൃത്തികെട്ട രീതിയിൽ രാജ്യത്തിന് മുന്നിൽ നിന്ന് നാണമില്ലാതെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള നേതാക്കളെ കൊണ്ട് മുങ്ങിയിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ സമൂഹത്തിനകത്ത് അത് കുറച്ചും കൂടി ശക്തമായിട്ടുള്ള രീതിയിൽ പ്രാദേശിക ഘടകങ്ങൾ, CPM-ൻ്റെ പ്രാദേശിക ഘടകങ്ങൾ വിളിച്ചു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഈ സംഘടനയെ മുഴുവൻ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് അതിൻ്റെ വിഭാഗീയത എന്ന് പറയുന്നത്. ഓരോ നേതാക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് നേതാക്കൾ മാറിത്തിരികയും നേതാക്കൾ എന്ന് പറയുന്നത് വലിയ ഒരു അച്ചുതണ്ടായി പ്രവർത്തിക്കുകയും അവരുടെ പിന്നാലെ ഉപജാപ സംഘങ്ങൾ ഉണ്ടാകുകയും ചെയ്യുകയാണ്. അത് പിണറായി വിജയൻ്റെ മാത്രം പ്രശ്നമല്ല. ഈ പാർട്ടിയിൽ ഓരോ സ്ഥലത്തും അത്തരത്തിലുള്ളതായിട്ടുള്ള പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ നിർമ്മിക്കപ്പെടുകയും അവരുടെ ചുറ്റും ഉപജാപ സംഘങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുമ്പോൾ അതിന്റെ കലഹങ്ങളാണ് ഈ സമ്മേളന കാലത്ത് നമ്മൾ അഡ്വക്കേറ്റ് അസ്കർ പറഞ്ഞത്. ഇവർക്ക് മതിയായ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഇവരെ ഇത്തരം അടിത്തട്ടിൽ അത്തരമുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു ശുദ്ധീകരണം നടത്തണമെന്ന്. ഇപ്പോൾ സമ്പത്തിന് വേണ്ടി, പദവികൾക്ക് വേണ്ടി, താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വജനപക്ഷപാതം, ഇങ്ങനെ തുടങ്ങിയ ഈ പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ദുഷ്പ്രവണതകളെ നീക്കാൻ ശരിയായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകി ശുദ്ധീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഭാഗത്തെ താങ്കൾ സ്വീകരിക്കുമോ? അല്ല, ശരിയായ വിദ്യാഭ്യാസം നൽകുന്നത് എങ്ങനെയാണ്? നേതാക്കൾ, ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് കീഴോട്ട് കെട്ടിപ്പടുത്ത പാർട്ടിയാണ്, അല്ലാണ്ട് താഴെ നിന്ന് മുകളിലേക്ക് കെട്ടിപ്പടുക്കുന്നതല്ല. ഇപ്പം മുകളിലിരിക്കുന്നവൻ എന്താണ് ചെയ്യുന്നത് അതാണ് താഴെ ഇരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിയും അതേപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഒക്കെ എന്താണ് ചെയ്യുന്നത് അതൊക്കെ കണ്ടാണ് എന്ത് ചെയ്യുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്കർ എന്തേ പറയുന്നത്? അവർ നൽകുന്നതായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പാഠങ്ങളാണ്, മാർക്സിയത്തിൽ പറയുന്ന പ്രാക്സി എന്ന് പറയുന്നതായിട്ടുള്ള കാര്യമാണ് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇവർ വിഷമിക്കണമെന്നില്ല. ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാർ അങ്ങനെ തന്നെ പകർത്തുന്നു. ഇവരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇവർ കൊടുക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾ അഴിമതിക്കാരാവൂ, നിങ്ങൾ ഭാഗ്യാന്വേഷികളാവൂ, ഇവിടെ നിന്ന് ചാടൂ, നിങ്ങൾക്ക് കിട്ടുന്ന മികച്ച നേട്ടങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കൂ. അതിൻ്റെ പാഠങ്ങൾ ഇവരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നേതാക്കൾ. അതാണ് ഇപ്പോഴത്തെ പുതിയ കമ്മ്യൂണിസ്റ്റ് പാഠം എന്ന് പറയുന്നത്. പ്രത്യയശാസ്ത്രം ആർക്കറിയാം? ഈ നേതാക്കൾക്ക് ആർക്കാണ് ഇപ്പോൾ പ്രത്യയശാസ്ത്രം അറിയാം? ആരാണ് പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പ്രത്യയശാസ്ത്രം അറിയാത്ത, പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്ത ഒരു പാർട്ടി നേതൃത്വത്തിന് ഒരു കാരണവശാലും അവരുടെ അണികളെ പ്രത്യയശാസ്ത്രപരമായിട്ട് അണിനിരത്താനായിട്ട് കഴിയുകയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു ചെറിയ ഇടവേള ഇപ്പോൾ ആ സമയമായതുകൊണ്ട് ഞാൻ അഡ്വക്കേറ്റ് അസ്കറിലേക്ക്. അഡ്വക്കേറ്റ് അസ്കർ, പാർട്ടിയിലെ അപജയത്തിന്റെ കാരണങ്ങളും കാരണക്കാരെയും കണ്ട് തിരുത്തുകയാണ് വേണ്ടതെങ്കിൽ അത് തുടങ്ങേണ്ടത് നേതൃത്വത്തിൽ നിന്നാണ് എന്നാണല്ലോ ഇവിടെ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. ഗോപികൃഷ്ണൻ, ഞാനിത് തുറന്ന് സമ്മതിക്കാൻ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. പാർട്ടി 64-ന് ശേഷം ഒരു 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ 90-കളുടെ തുടക്കത്തോടു കൂടി പാർട്ടിക്കുള്ളിൽ വലിയൊരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വന്നിരുന്നത് 64 മുതൽ 90 വരെ പാർട്ടിയുടെ നേതൃനിരയിൽ ബ്രാഞ്ച് തലം മുതൽ ഒരുപക്ഷെ കേന്ദ്ര നേതൃത്വം വരെ ഉണ്ടായിരുന്നത് തൊഴിലാളികളെ സംഘടിപ്പിച്ചും തൊഴിലാളി വർഗ ആധിപത്യത്തിലും തൊഴിലാളി വർഗത്തോടുള്ള ആഭിമുഖ്യമുള്ള അനുഭവമുള്ള തൊഴിൽ സമരങ്ങളിലൂടെ വന്ന ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായിരുന്നു പാർട്ടിയെ നയിച്ചിരുന്നത് എങ്കിൽ 90-കൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ളത് വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്നും കോട്ട നിശ്ചയിച്ച് പാർട്ടിയുടെ ഘടകങ്ങളിലേക്ക് നേതാക്കന്മാരെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളത് കാലം വിലയിരുത്തേണ്ടതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത്തരം തൊഴിലാളി വർഗ ആഭിമുഖ്യമില്ലാത്ത യുവജന വിദ്യാർത്ഥി നേതാക്കൾ പിൽക്കാലത്ത് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വന്നും പാർട്ടിയുടെ മുഖമായി മാറുകയും ചെയ്തപ്പോൾ വന്നുപോയിട്ടുള്ള ഒരു വലിയ അപജയം ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരുപക്ഷെ അത് നാളെ കാലം തീരുമാനിക്കേണ്ടതാണ്. വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് നിന്ന് വന്നിട്ടുള്ളവർ മോശക്കാരാണ് എന്ന അഭിപ്രായത്തോടു കൂടിയല്ല ഞാനിത് പറയുന്നത്. ഒരുപക്ഷെ
ആനുപാതികമായി വിദ്യാർത്ഥി യുവജന സംഘടനകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾക്ക് പാർട്ടിയുടെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെ നേതൃനിരയിലേക്ക് വരേണ്ടി വരികയും അവരുടെ നിയന്ത്രണത്തിലേക്ക് പാർട്ടി മാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും 89-ലൊക്കെ നമുക്കറിയാം ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് EMS ഒരു രാഷ്ട്രീയ സിദ്ധാന്തം കേരളത്തിൽ അവതരിപ്പിച്ചു. കേരളത്തിലെ 14 ജില്ലാ കൗൺസിലുകളും പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ള തരത്തിൽ അത്തരത്തിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നതിന് EMSനെ പോലുള്ള നേതാക്കന്മാരുടെ അഭാവവും പാർട്ടി നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ്. പ്രത്യയശാസ്ത്രപരമായി അടുത്തുള്ള നേതാക്കന്മാർ കുറവുണ്ട് എന്നുള്ള വസ്തുത അല്ലെങ്കിൽ ആ നിഗമനം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ എത്തേണ്ടി വരും. അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി ഇത്തരം സ്ഥാനമോഹികളുടെ കടന്നുകയറ്റത്തെ ചെറുത്തു നിൽക്കുന്നതിനും അത്തരം സ്ഥാനമോഹികളെ ഈ പാർട്ടിക്കുള്ളിൽ വെച്ച് ഉറപ്പിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതും ആ ഉൾപ്പെടുന്ന പാർട്ടി അംഗങ്ങൾക്കിടയിൽ കൃത്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം കിട്ടുക. അല്ലാതെ പാർട്ടി നേതാക്കന്മാരെ കണ്ട് പാർട്ടി നേതാക്കന്മാരുടെ ചെയ്തികളൊക്കെ കുഴപ്പമാണ്, അതുകൊണ്ട് അതെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല ഇതിനെ കാണേണ്ടത്. മറിച്ച് നിർമ്മലമായ പൊതുപ്രവർത്തനം നടത്തുന്ന സ്തുത്യർഹമായ പൊതുപ്രവർത്തനം നടത്തുന്ന നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ നിരവധി പാർട്ടി നേതാക്കളുടെ കമ്മ്യൂണിസ്റ്റുകളുടെ പാർട്ടിയാണ് CPIM. അപ്പോൾ അതിൽ ചില പുഴുക്കുത്തുകൾ വന്നിട്ടുണ്ടാവാം. ആ പുഴുക്കുത്തുകളെ തിരിച്ചറിഞ്ഞ് ചെവിക്ക് പിടിച്ച് പുറത്തു കളയാൻ ഈ പാർട്ടിക്കാവും. അങ്ങനെ കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും പാർട്ടിക്കുള്ളിൽ ആഭ്യന്തരപരം ഇപ്പോൾ നടക്കുന്നതൊന്നും ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ ഏതെങ്കിലും പ്രത്യയശാസ്ത്ര അടിത്തറയുടെ പേരിൽ നടക്കുന്ന വിഭാഗീയ കാരശ്ശേരി മാഷെ ഒരു 2 മിനിറ്റിലൊന്ന് പറയാമോ കാരശ്ശേരി മാഷെ? അതിൻ്റെ ഒരു സാധ്യത, അത്തരം ഒരു തിരുത്തൽ ഇനി സാധ്യമാകുമോ ഈ പാർട്ടിയിൽ? ആ ഒരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അല്ല ഗോപികൃഷ്ണൻ, ഈ പുഴുക്കുത്ത് എന്ന് പറയുന്നത് എൻ്റെ കണക്കിന് ആദ്യത്തെ പുഴുക്കുത്ത് എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കേണ്ട ആരാണ്? P ശശിയാണോ ഇത് കൊടുക്കേണ്ടത്? അപ്പോൾ മോഹനൻ മാഷ് സെക്രട്ടറിയായി അദ്ദേഹം ഗവൺമെൻറ്റിനെ തിരുത്തുന്ന എന്ത് പണിയെടുത്തു? ഏറ്റവും ചുരുങ്ങിയൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ആ PP ദിവ്യ ഉൾപ്പെട്ട കേസിൽ, നവീൻ ബാബുവിൻ്റെ കേസിൽ ആ കുടുംബത്തിൻ്റെ കൂടെയാണ് എന്ന് പറയുന്ന മോഹനൻ മാഷ് ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ CBI അന്വേഷണത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ലല്ലോ. അവിടെ തീർന്നില്ലേ? അപ്പോൾ ഈ പാർട്ടി എന്തൊക്കെ ഒളിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ അധാർമികത വളരെ വ്യക്തമാണ്. അധാർമികമായി പെരുമാറുന്ന ഒരു പാർട്ടിക്ക് അണികളെ എന്ത് ധാർമ്മികത പഠിപ്പിക്കാൻ പറ്റും? എന്ത് പ്രത്യയശാസ്ത്രം പഠിപ്പിക്കാൻ പറ്റും? ഏതായാലും കാരശ്ശേരി മാഷെ അതിന് കാലം മറുപടി പറയട്ടെ. ഏതായാലും പാർട്ടിക്കകത്ത് നിന്നും ഉയരുന്ന വിഭാഗീയതയുടെ ഈ പുതിയ ശബ്ദങ്ങൾ സ്വാഭാവികമായും നേതൃത്വത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തുന്നു. അത് പാലക്കാട്ടാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഇനി സംസ്ഥാന സമ്മേളനങ്ങളുടെ ആതിഥേയത്വം വഹിക്കാൻ പോകുന്ന കൊല്ലം ജില്ലയിൽ നിന്നാണെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളിലേക്കും ശ്രമങ്ങളിലേക്കും ഗൗരവത്തോടുകൂടി പാർട്ടി നേതൃത്വം ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ പാർട്ടിക്ക് എന്തു സംഭവിക്കുന്നു എന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹം ഉയർത്തും. ഇതാണ് ഈ ചർച്ച ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു.